ഹായ്, ഇന്ന് നമുക്ക് മറ്റൊരു സൂപ്പ് പരിചയപ്പെട്ടാലോ? ഹീബ്രുവിൽ അതിന് മറാഖ് ഹദഷീം എന്ന് പറയുവേ. ഇവിടെ എല്ലാ ദിവസവും സൂപ്പ് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കേണ്ടതുണ്ടല്ലോ. ഇത് ശരിക്കും നമ്മുടെ യെല്ലോ ദാൽ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന സൂപ്പാണേ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പ് കേട്ടോ. ഇതിന് നമുക്ക് വേണ്ടത് 2 ക്യാരറ്റ്. ഞാനതിലൊരെണ്ണം അരിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ക്ലീൻ ചെയ്ത് വെച്ചതാണേ. പിന്നെ നമ്മുടെ ദാൽ പരിപ്പ്, ഇതിന് ഹീബ്രുവിൽ അദഷിം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ സൂപ്പിലേക്ക് നമ്മളൊരു വൈറ്റ് ഒണിയനും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ സൂപ്പിന് മൊത്തത്തിൽ ഒരു ഓറഞ്ച് കളറായിരിക്കും കേട്ടോ. സാധാരണ നമ്മളിതിലേക്ക് വൈറ്റ് ഒണിയൻ അരിഞ്ഞ് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമുക്ക് വൈറ്റ് ഒണിയൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓണിയനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ള ഒണിയൻ കിട്ടും കേട്ടോ. നമുക്കിതിൻ്റെ ഇതുപോലെ ഒരു ക്യൂബ് എടുത്താൽ മതി. ഇത് ഫ്രോസൺ ആണ്. നമ്മുടെ ക്യാരറ്റെല്ലാം നമ്മളിതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് എടുക്കണം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനുള്ള ചുവട് കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിലൊഴിച്ച് നമ്മുടെ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് ഇൻസ്റ്റൻറ്റ് ഒണിയൻ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ക്യാരറ്റാണ് വഴറ്റിയെടുക്കുന്നത്. ക്യാരറ്റിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റ് ഇപ്പം ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി. ഇനി നമുക്ക് ആ ഫ്രോസൺ ആയിട്ടുള്ള ഒണിയൻ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ദാൽ പരിപ്പാണ് ചേർക്കാനുള്ളത്. ഇത് ഏകദേശം 1 ഗ്ലാസ് ഉണ്ട്. അത് നമുക്കിനി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പിന് നനവുള്ളതുകൊണ്ട് അടിയിൽ പിടിച്ച് അത് കരിയാനിടയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അത് വെന്ത് വരുമ്പം ആവശ്യം കൂടുതൽ കുറുകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് വെന്ത് കഴിയുമ്പോഴത്തേനും തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്താൽ മതി. വെള്ളം ചേർത്ത് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് അടിഭാഗം ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് അടിയിൽ പിടിച്ച് കട്ടിയായി പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് അടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സൂപ്പ് പൗഡർ ചേർക്കാം. ഈ സൂപ്പ് പൗഡറിൽ ഉപ്പും ചെറിയ ലീഫ്ലി വെജിറ്റബിൾസും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൂപ്പ് പൗഡറാണ് ചേർക്കുന്നത്. ഞാനിതിനിപ്പം എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എരിവ് ആവശ്യമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്താലും നന്നായിരിക്കും. എന്നിട്ട് ഇത് വീണ്ടും നന്നായി ഇളക്കി തിളയ്ക്കാനായി മൂടി വെക്കണം. നന്നായി തിളച്ച് കഴിയുമ്പോൾ അരമണിക്കൂറോളം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ കൊഴുപ്പ് കൂടുതലാണെന്ന് തോന്നിയാൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുത്തേച്ചാൽ മതി. വെന്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സൂപ്പ് പൗഡർ ചേർത്ത് കൊടുത്തേച്ചാൽ മതിയാവും. ഞങ്ങൾക്ക് അധികം ലൂസാകാത്ത നല്ല കട്ടിയുള്ള സൂപ്പാണ് ഇഷ്ടം. എന്തായാലും നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റി സൂപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.
അപ്പോൾ അടുത്ത ഏതെങ്കിലും പുതിയ ഐറ്റമായിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.